സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഈ ഓഗസ്റ്റ് 15 എന്ന തീയതിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എല്ലാ വായനക്കാർക്കും ABC-യുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അതെ. അപ്പോൾ ഓഗസ്റ്റ് 15 എന്നുള്ള തീയതി സത്യത്തിൽ ഈ ക്ലെമൻ്റ് ആറ്റ്ലി ലോർഡ് മൗണ്ട് ബാറ്റനെ ഇങ്ങോട്ട് ഈ സ്വാതന്ത്ര്യദിനം ഒക്കെ തീരുമാനിക്കാൻ, സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലോർഡ് മൗണ്ട് ബാറ്റനെ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ മറ്റേ ആറ്റ്ലിയുടെ മനസ്സിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലിയുടെ മനസ്സിൽ അടുത്ത കൊല്ലം 1948 ജൂൺ 30 എന്ന് പറഞ്ഞ തീയതിയാണ് ഉണ്ടായിരുന്നത്. അന്ന് അത്രയും സമയം എടുത്തൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇടിപിടി എന്നൊക്കെയാണ് ചെയ്തത്. അതിർത്തി നിശ്ചയിക്കുന്നത്, പഞ്ചാബിൻ്റെ ഡിവിഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വെറുതെ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറഞ്ഞ ആളാണ് ഈ ലൈനൊക്കെ വരച്ച, വെറുതെ മാപ്പ് കൂടി ഇങ്ങനെ വരച്ചു എന്നൊക്കെയാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് പോലുള്ള പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. ഈ രണ്ടാം ലോക യുദ്ധകാലത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യയുടെ കമാൻഡറായിരുന്നു അലൈഡ് ഫോഴ്സസിലെ സഖ്യശക്തികൾ, ബ്രിട്ടന്റെ നേതൃത്വത്തിലൊക്കെയുള്ള, ഹിറ്റ്ലർക്കെതിരെ ജപ്പാനെതിരെയൊക്കെ യുദ്ധം ചെയ്തിരുന്ന സഖ്യശക്തികളുടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ കമാൻഡറായിരുന്നു ഈ മൗണ്ട് ബാറ്റൻ ബർമയിൽ. അപ്പോൾ ഓഗസ്റ്റ് 5 മറ്റേ ഹിരോഷിമയിൽ അണുബോംബിട്ടു. അണുബോംബിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ജപ്പാൻ കീഴടങ്ങുന്നുള്ളത് വ്യക്തമായിരുന്നു. അണുബോംബ് സത്യത്തിൽ ഇടേണ്ട കാര്യമില്ല, എന്നാലും ഒരു അണുബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ, എന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്താണത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് 1946 പ്രത്യക്ഷ സമരദിനം പ്രഖ്യാപിച്ചു മുഹമ്മദ് അലി ജിന്ന. അന്ന് മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാളില് ഷഹീദ് സുഹ്രവർദി. ഈ ഷഹീദ് സുഹ്രവർദിയുടെ മേൽനോട്ടത്തിൽ അയാൾ പോലീസ് ക്യാമ്പും ഒക്കെ പിടിച്ച് അവിടെയൊക്കെ പോയിരുന്ന് മേൽനോട്ടത്തിൽ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടന്നു ഒരു 4-5 ദിവസം തുടർച്ചയായിട്ട്. എൻ്റെ ഓർമ്മ ഓഗസ്റ്റ് 16 മുതൽ 22 വരെ ആ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത. ഇത് ഈ ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് ബലം പിടിക്കുന്നവർ ഇതൊന്നും പറയാറില്ല. കാരണം ഷഹീദ് സുഹ്രവർദി മുസ്ലിം ആണല്ലോ. മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്യുലറിസം ആവില്ല. അതാണ്. അപ്പോൾ അങ്ങനെ ഈ ഓഗസ്റ്റ് 5 ആണ് ബോംബിട്ടോടെ ഓഗസ്റ്റ് ജപ്പാൻ കീഴടങ്ങി. പക്ഷെ എല്ലാം രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്ന തീയതി ആയിട്ട് വെച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 15. അപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് മൗണ്ട് ബാറ്റനോട് പത്രപ്രതിനിധികൾ ചോദിക്കുകയാണ്, എന്നൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന്. ഇയാളുടെ മനസ്സിൽ നിൽക്കുന്നത് അന്ന് കമാൻഡറായിരുന്നപ്പോൾ ഈ രണ്ടാം ലോക യുദ്ധം തീർന്ന ദിവസമാണല്ലോ. അടുത്ത വായിക്കങ്ങ് ഓഗസ്റ്റ് 15 എന്ന് പറയുക ചെയ്തത് അയാളുടെ മനസ്സിലുള്ളത്. അങ്ങനെയാണ് ഈ 15. അപ്പോൾ ഓഗസ്റ്റ് 15 ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 രാജ്യമായിട്ട് വിഭജിക്കുകയാണ്. പാകിസ്ഥാന് 14 തീരുമാനിച്ചു. അപ്പൊ തിരക്കിട്ട ദിവസമാണ് മൗണ്ട് ബാറ്റനെ സംബന്ധിച്ച്. മറ്റേ പാകിസ്ഥാനിൽ പോയിട്ട് കറാച്ചിയിൽ ഗവർണർ ജനറലായിട്ട് അവിടെ ജിന്നയെ അവരോധിക്കണം. തിരിച്ചിവിടെ വന്നിട്ട് നെഹ്റുവിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കണം പ്രധാനമന്ത്രിയായിട്ട്. ഇത് ഏതാണ്ടൊക്കെ ഒറ്റ ദിവസം ആണല്ലോ വരുന്നത്. അപ്പോൾ 14, 15 എന്ന് വന്നു. ഓഗസ്റ്റ് 14, 1947 കറാച്ചിയിൽ നന്നായിട്ട് സൂര്യൻ കത്തി നിൽക്കുകയായിരുന്നു മൗണ്ട് ബാറ്റൻ പോകുമ്പോൾ. മൗണ്ട് ബാറ്റൻ നന്നായിട്ട് വേർത്തിരുന്നു എന്ന് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കാണാം. അപ്പോൾ ജിന്നയെ ഗവർണർ ജനറൽ ആക്കി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് 14-ാം തീയതി പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഓഗസ്റ്റ് 14 അവരുടെ തീയതി. ഓഗസ്റ്റ് 14 ശരിക്കും ഈ ദുശകുനം പിടിച്ചൊരു ദിവസമാണ്. അതാണ് പാകിസ്ഥാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നും അനുഭവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു അഭിനന്ദന പ്രസംഗം അത് ചെയ്തു മൗണ്ട് ബാറ്റൻ.
പാതിരയ്ക്ക് മുമ്പ് ഡൽഹിയിലെത്തണം. പാതിര എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ജിന്നെ വധിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞ് മൗണ്ട് ബാറ്റൻ്റെ ചെവിയിൽ ഒരു ഇൻ്റലിജൻസ് ഓഫീസർ മന്ത്രിച്ചു. അപ്പോൾ ഈ വാച്ചിൻ്റെ ടിക് ടിക് നോക്കി നിൽക്കുകയാണല്ലോ ഇങ്ങനെ, അതിനേക്കാൾ സ്പീഡിൽ ഹൃദയം പിടിക്കാൻ തുടങ്ങി മൗണ്ട് ബാറ്റൻ്റെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ ഓഗസ്റ്റ് 15 നേരത്തെ ഇയാൾ പറഞ്ഞും പോയി ആക്കി, ഇവിടെ അക്രമം നടക്കാം, മതസ്പർദ്ധ ഉണ്ടാകാം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ ആക്കിയതാണെന്നാണ് പിന്നീട് അയാൾ അവകാശപ്പെട്ടത്. അപ്പോൾ ജപ്പാൻ കീഴടങ്ങിയതിൻ്റെ 2ാം വാർഷികം ആണ് 1947 എന്ന് പറയുമ്പോൾ. 45-ലാണല്ലോ കീഴടങ്ങിയത്. അപ്പോൾ അത് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ശുഭദിനമല്ല. ജ്യോത്സ്യന്മാർ, ഒരു ജ്യോത്സ്യൻ മൗണ്ട് ബാറ്റനെ, അയക്കെന്ത് ജ്യോത്സ്യൻ, അയാളെ എഴുതി അറിയിച്ചിരുന്നു അത് വെള്ളിയാഴ്ചയാണ്, പുതിയ തുടക്കങ്ങൾക്ക് പറ്റിയ ദിവസമല്ലത്, പ്രത്യേകിച്ചൊരു രാഷ്ട്രത്തിൻ്റെ പിറവി എന്ന് പറഞ്ഞാൽ തീരെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ഓഗസ്റ്റ് 15. അതായത് തൊട്ട് പിന്നാലെ വരുന്നത് അമാവാസ്യയാണ്. ഒട്ടും നല്ലതല്ല, കർത്തവാവല്ലേ. അപ്പോൾ ധാരാളം ദുരന്തങ്ങൾ ഉണ്ടാവാം ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ജ്യോതിഷി മൗണ്ട് ബാറ്റൻ അങ്ങനെ എഴുതി, വെള്ളപ്പൊക്കം, ക്ഷാമം, കൂട്ടക്കൊല, നക്ഷത്രങ്ങൾ ശപിച്ച ദിനം എന്നാണ് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഇത് പറയുന്ന അധ്യായത്തിൻ്റെ ശീർഷകം എന്നാണ് എൻ്റെ ഓർമ്മ, നക്ഷത്രങ്ങൾ ശപിച്ച ദിവസം. അപ്പോൾ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഓഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 15 അല്ലല്ലോ, അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കുകയാണ്, ഒരു അഭിജിത് മുഹൂർത്തം കണ്ടെത്തുകയാണ് ആ സമയത്ത്. ഉജ്ജയിനിയിൽ നിന്നുള്ള ജ്യോത്സ്യന്മാരും ഒക്കെ വന്നിട്ട്, ജ്യോത്സ്യന്മാരെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, സെക്കുലറിസ്റ്റ് ആണല്ലോ നെഹ്റു, അതുകൊണ്ട് അന്ധവിശ്വാസവും എല്ലാം കൂടപ്പിറപ്പാണ്. അപ്പോൾ ഓഗസ്റ്റ് 14-നും 15-നും ഇടയ്ക്കുള്ള പാതിര എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്യാണ്. ഹിന്ദുക്കളുടെ കലണ്ടറിൽ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തിലാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 സൂര്യോദയത്തിലല്ലല്ലോ, അല്ല. ബ്രിട്ടീഷ് കലണ്ടർ, ഇംഗ്ലീഷുകാരുടെ കലണ്ടറിലാണെങ്കിൽ ദിവസം തുടങ്ങുന്നത് പാതിര കഴിയുമ്പോഴാണ്, ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. നമുക്ക് സൂര്യൻ ഉദിച്ച ശേഷമാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് അവരെയും തൃപ്തിപ്പെടുത്തി ഹിന്ദുക്കളെയും തൃപ്തിപ്പെടുത്തി, അങ്ങനെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 ഇവിടെ ശരിക്കും തുടങ്ങുന്നില്ല. 14 പാതിര 12 മണി, 11 മണിക്കാണ് നെഹ്റു എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നൊക്കെ പറഞ്ഞ പ്രസംഗമൊക്കെ നടത്തുന്നത്. 14-ാം തീയതി അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റിലൊക്കെയാണ്. അപ്പോൾ കറാച്ചിയിൽ മൗണ്ട് ബാറ്റൻ എത്തുന്നതിന് മുമ്പ് ഒരു CID ഓഫീസർ വന്നിട്ട് പറഞ്ഞു, സർ ദ പ്ലോട്ട് ഈസ് ഓൺ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജിന്നെ കൊല്ലാനുള്ള പദ്ധതി റെഡിയാണ്, ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മൗണ്ട് ബാറ്റനെയും ജിന്നെയും കൊണ്ട് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കറാച്ചി തെരുവുകളിൽ കൂടി ഒരു ആഘോഷ പ്രദക്ഷിണം നടക്കാനുണ്ട്, ഘോഷയാത്ര. അപ്പോൾ മൗണ്ട് ബാറ്റൻ ജിന്നയോട് പറഞ്ഞു, നമുക്ക് ആ ഘോഷയാത്ര ക്യാൻസൽ ചെയ്യാം, ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഘോഷയാത്ര റദ്ദാക്കാൻ പറ്റില്ല എന്ന് ജിന്ന പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കറാച്ചി തെരുവിൽ ഈ പ്രതിജ്ഞയ്ക്കൊക്കെ ശേഷം പ്രതിജ്ഞ കഴിഞ്ഞ ശേഷം ജിന്നയുടെ പ്രസംഗത്തിൽ ജിന്ന പറഞ്ഞു, നമ്മളിനി സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് മോസ്കിൽ പോകാം, ക്ഷേത്രത്തിലും പോകാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 31 ആചാരവെടികൾ അവിടെ മുഴങ്ങി. ആ സമയത്ത് പഞ്ചാബിൽ കൂട്ടക്കൊല, പഞ്ചാബിൽ പാകിസ്ഥാൻ്റെയും കൂടി ഭാഗമല്ലേ പഞ്ചാബ്. അതെ. പിന്നെ പഞ്ചാബിലെ കനാലുകളിലൊക്കെ ചോര നിറയുന്നു, ആളുകളെ കൊന്നിട്ട് 20 ലക്ഷം പേരോളം ആ കാലത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1.5 കോടി ആളുകൾ വീടില്ലാതെ പലായനം ചെയ്ത് അന്യ മേഖലകളിലൊക്കെ എത്തേണ്ടി വന്നു. അപ്പോൾ വിക്ടറി പരേഡ് എന്നാണ് അതിന് പറയുന്നത്, വിജയഘോഷയാത്ര. ആ വിജയഘോഷയാത്ര റദ്ദാക്കാൻ
സമ്മതിച്ചില്ല ജിന്ന. അപ്പോൾ ഏതോ മേലാപ്പിൽ ഘോഷയാത്രയുടെ വഴിയിൽ കൊലയാളി ഉണ്ടാവും എന്ന് മൗണ്ട് ബാറ്റൻ വിചാരിച്ചുകൊണ്ടിരുന്നു. ആ ഘോഷയാത്രയുടെ 30 മിനിറ്റ് 24 മണിക്കൂർ പോലെ തോന്നിച്ചു എന്ന് മൗണ്ട് ബാറ്റൻ പിൽക്കാലത്ത് ഓർമ്മിച്ചിട്ടുണ്ട്. ഗാന്ധി ആ സമയത്ത് ഡൽഹിയിലില്ല, ആഘോഷത്തിനില്ല. കാരണം നവഖാലി, ബംഗാളിലെ നവഖാലിയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങോട്ട് പോയി ഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ആഘോഷത്തിനില്ല. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഷഹീദ് സുഹ്റവർദിയുടെ കാര്യം പറഞ്ഞു, അങ്ങേരുടെ വീട് ഹൈദരി ഹൗസിൽ ആണ് ഗാന്ധി താമസിക്കുന്നത്. 14-ാം തീയതി ഗാന്ധി ജനാലയ്ക്കൽ കൂടി നോക്കി. ഒരു കൈ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുമല്ലോ പേരക്കുട്ടി, പേരക്കുട്ടിയുടെ തോളില്, മറ്റേ കൈ ഷഹീദ് സുഹ്റവർദിയുടെ തോളില്. അങ്ങനെയായിരുന്നു ആ ഹൈദരി ഹൗസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഹൈദരി ഹൗസിൽ ഉണ്ടായിട്ട് ഈ മൊത്തം രാജ്യം ഇങ്ങനെ വർഗീയ സ്പർദ്ധയിലൊക്കെ മുഴുകിയിരിക്കുന്നത് കണ്ടിട്ട് ഗാന്ധി ചോദിച്ചതായിട്ട് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ പറയുന്ന ഒരു വാചകം ഞാൻ ഒരിക്കലും മറക്കില്ല. ഗാന്ധി അവിടെ നിന്ന് ഒരു ആത്മകഥം പോലെ ചോദിക്കുക, എനിക്ക് തെറ്റുപറ്റിയോ ചോദിക്കുന്നുണ്ട്. എന്നാ പുസ്തകത്തിലുണ്ട്. ഞാൻ ഞെട്ടിപ്പോയ ഒരു ഭാഗമാണ് ആ പുസ്തകത്തിൽ. ഗാന്ധി ചോദിക്കുകയാണ്, എനിക്ക് തെറ്റുപറ്റിയോ. ഗാന്ധിയാണല്ലോ ഈ വിഭജനത്തിനും എല്ലാം കൂടി മുൻകൈ എടുത്തത്, അരു നിൽക്കുന്നതും ഒക്കെ. അപ്പോൾ ഓരോ മുസ്ലിമും ഹിന്ദുവും സുരക്ഷിതമായ വീടുകളിൽ പോയാലേ എനിക്ക് തൃപ്തിയായി മടങ്ങാൻ കഴിയുള്ളൂ എന്ന് ഗാന്ധി പറഞ്ഞു. അപ്പോൾ ആളുകൾ എന്തോ ഭാഗ്യവശാൽ ആളുകൾ അവിടെ ശാന്തരായി. നവഖാലിയിൽ, കറാച്ചിയിൽ എൽഫിൻസ്റ്റൺ സ്ട്രീറ്റ് ഹിന്ദുക്കളുടെ കടകളാണ്. ആ എൽഫിൻസ്റ്റൺ സ്ട്രീറ്റിൽ കൂടുതലും. അവിടെ എവിടെ നിന്നെങ്കിലും ജിന്നയ്ക്ക് നേരെ ബോംബുകൾ എറിയപ്പെടാം എന്നാണ് മൗണ്ട് ബാറ്റൻ കരുതിയിരുന്നത്. അപ്പോൾ ഈ ഒരാളെ ഗ്രനേഡ് എറിയാൻ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവസാനം അയാൾക്ക് മാനസാന്തരം വന്നു. അങ്ങനെ ജിന്നയ്ക്കെതിരെ അയാൾ എറിഞ്ഞില്ല എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇതാരാണ് എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡൽഹിയിൽ 17 യോർക്ക് റോഡ് വസതിയിലാണ് നെഹ്റു 15-ാം തീയതി രാവിലെ ഉള്ളത്. കുറെ പൂജാരിമാർ നെഹ്റുവിൻ്റെ വീട്ടിൽ വന്നു. ഇത് മുമ്പ് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലുണ്ട്. രാമചന്ദ്ര ഗുഹ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞ പുസ്തകത്തിലും ഇത് എഴുതിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ജ്യോത്സ്യന്മാര് കശ്മീരിൽ നിന്ന് പൂജാരിമാര് വന്നിട്ട് നെഹ്റുവിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് വാഴിച്ചു, കിരീടധാരണമൊക്കെ നടത്തി. എന്നിട്ടൊരു കാറിൽ നഗരപ്രദക്ഷിണം ഒക്കെ നടത്തി. സെക്കുലറാണല്ലോ നെഹ്റു. അപ്പം അതുകൊണ്ട് പൂജാരിമാരെയൊക്കെ വിളിച്ച് കിരീടധാരണമൊക്കെ നടത്തി. ആ സമയത്ത് തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന നദീജലം, അതിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു നെഹ്റുവിൻ്റെ അടുത്ത്. ഇന്ന് നടരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമായിരുന്നു ഉണ്ടായിരുന്നു. സെക്കുലറാണല്ലോ, നടരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം. പിന്നെ 5 അടി വരുന്ന മറ്റേ ദണ്ടില്ലേ, പിന്നെ പാർലമെന്റിലൊക്കെ വെച്ചില്ലേ, തപ്പിയെടുത്തിട്ട് പാർലമെന്റിൽ കൊണ്ടുവച്ചപ്പോൾ പാർലമെന്റിൽ കൊണ്ടുവച്ചതിനെ ആളുകൾ പുച്ഛിക്കാൻ തുടങ്ങി. ഇത് നെഹ്റുവിന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്ത ദണ്ടാണത്. ഭരിക്കുന്ന രാജാവിന്റെ കയ്യിലുണ്ടാവുമല്ലോ ചെങ്കോൽ, ഒരു ചെങ്കോൽ തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്തത്. ആ ഉമ്മുടി ബംഗാരു മറ്റേ ചെട്ടിയാർന്നോ ആ മറ്റേ സ്വർണ്ണപ്പണി കച്ചവടക്കാരില്ല, അവര് ഉണ്ടാക്കി കൊടുത്തതാണ്. അധീനങ്ങൾ ഒക്കെ ചേർന്നിട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ ആ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ആ പ്രസംഗം, വിധിയുമായ ഉള്ള കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് നടത്തുമ്പോൾ നെഹ്റു ചോദിച്ചു അത്രേ, ലാഹോർ, സുന്ദരമായ ലാഹോർ കത്തുകയാണ്. ഈ കത്തുമ്പോൾ ഞാൻ എങ്ങനെ ഇന്ന് രാത്രി ഈ 11 മണിക്ക് സംസാരിക്കും എന്ന് നെഹ്റു ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയതാണല്ലോ ഈ വിഭജനം. ഒട്ടും സന്തുഷ്ടരായിരുന്നില്ല
അതിൻ്റെ പ്രധാനപ്പെട്ട വിധാതാക്കൾ ഗാന്ധിയും നെഹ്റുവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.